എടി നീ എന്തോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്? ആ സിമ്മ് ബ്ലോക്ക് ചെയ്താ? അരുൺ, സിമ്മ് ബ്ലോക്ക് ചെയ്യാൻ പറ്റൂല. പറ്റൂലെന്നാ? എടി അതിലാണുള്ള ബാങ്ക് അക്കൗണ്ട് മുഴുവൻ ലിങ്ക് ചെയ്ത് വെച്ചേക്കണത്. ഫോണും കൊണ്ട് കളഞ്ഞിട്ട് അതൊക്കെ വല്ല ഉടായ്പ ടീമിൻ്റെ എല്ലാം കിട്ടിയല്ലേ, തീർന്ന്. ഒരു കാര്യം ചെയ്യാം, കസ്റ്റമർ കെയർ വിളിച്ച് പറ, അവരിപ്പം തന്നെ അത് ബ്ലോക്ക് ചെയ്ത് തരും. ഞാൻ അവരെ വിളിച്ച്. പക്ഷെ മാം, നമുക്കങ്ങനെ സിം ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. മാഡം അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ഫോൺ കളഞ്ഞുകൊണ്ടല്ലേ? കഴിഞ്ഞ 8 കൊല്ലമായിട്ട് ഞാനാണ് ഈ സിം യൂസ് ചെയ്യുന്നത്. പക്ഷെ മാമിൻ്റെ ഐ ഡിയിലല്ലല്ലോ ഈ സിം എടുത്ത്. അതുകൊണ്ട് ഒറിജിനൽ ഓണറുടെ വെരിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് സിം ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം പിന്നെ ഒറിജിനൽ ഓണർ ആയി നിൻ്റെ അച്ഛനാ? എനിക്ക് അങ്ങനെ വിളിച്ചു പറ. അച്ഛനല്ല, ഞാൻ ഒരു ഫ്രണ്ടിൻ്റെ പേരിലാണ് സിം എടുത്ത്. ഈ ഫ്രണ്ടിൻ്റെ നമ്പറിൽ ഓർമ്മയുണ്ടോ? എന്നാ ഇതിന്ന് വിളി. അതൊന്നും വേണ്ട, നമുക്ക് ബാങ്കിൽ പോയി അക്കൗണ്ട് അങ്ങ് ബ്ലോക്ക് ചെയ്താൽ പോരെ? നിനക്കെന്തിനീ വട്ടാ ഈ ഒരു കാര്യത്തിനുണ്ട് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യാൻ? നീ നിന്റെ ഫ്രണ്ടിനെ വിളി. അതൊന്നും ശരിയാവൂല. ശരിയാവൂലേ? നിനക്ക് പറ്റില്ല, ഞാൻ വിളിക്കാം. ആ നമ്പർ ഇങ്ങോട്ട്. അത് അരുൺ, അതെൻ്റെ പഴയ ബോയ് ഫ്രണ്ട് വാങ്ങി തന്ന സിമ്മ. ഈ നമ്പർ തന്നെ വിളിക്കണോ? മര്യാദയ്ക്ക് സംസാരിച്ചോണോ? സ്പീക്കറില്ല. ഹലോ. ഹലോ, ആരാ? ഞാൻ ആര്യ. ആരി? ഇതേത് നമ്പർ? സാധാരണ ഈ നമ്പറിലല്ലോ വിളിക്കണേ. ഇത് അനൂപിൻ്റെ നമ്പർ തന്നെയല്ലേ? അനൂപ? അതാരി? ഇത് അനൂപിൻ്റെ നമ്പറായിരുന്നു. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഇതിപ്പോൾ എൻ്റെ നമ്പറാണ്. പക്ഷേ ആര് സംസാരിച്ചോളൂ. ഹലോ ഹലോ, ആര് എന്താന്നും മിണ്ടാത്ത? എന്തെങ്കിലും പറയൂ. എടാ നാറി, ഞാൻ വേണ്ടിയാ മതിയടാ. ഹലോ ഹലോ, നീ നമ്പർ കറക്റ്റ് ആയിട്ട് തന്നെ ഇടയിൽ ചെയ്തത്. നമ്പർ ഇതൊക്കെ തന്നെ, 9496397994. അവൻ ബ്രാക്കപ്പ് ആയപ്പോൾ നിന്നെ കളഞ്ഞ കൂടുതൽ ആ സിമ്മും കൂടെ കളഞ്ഞു. നീയാണ് പഴയ ഓർമ്മയ്ക്ക് ആ സിമ്മും കെട്ടിപ്പിടിച്ച് വെച്ചോണ്ടിരിക്കുന്നത്. അതെ, അങ്ങനൊന്നും പറയല്ലേ. കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോഴാണ് ഇത് അവ എടുത്തുന്ന സിമ്മാണെന്ന് പോലും ഞാൻ ഓർക്കുന്നത്. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇതൊക്കെ മുമ്പ് എടുത്ത് കളഞ്ഞേനെ. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നാണ്. നിനക്ക് അവൻ്റെ അഡ്രസ്സ് പറഞ്ഞൂടെ ആയിരിക്കുമല്ലോ? അറിയാം. അതും നീ തൽക്കാലം 2 ദിവസത്തേക്ക് എൻ്റെ ഓഫീസ് ഫോൺ യൂസ് ചെയ്തോ. ദയവ് ചെയ്ത് അതുകൊണ്ട് കളഞ്ഞേക്കരുത്, എൻ്റെ പണി പോകും. എനിക്കിത് ഇവിടെ 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 അപ്പം നീ ഇതിനു മുമ്പ് അവൻ്റെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ടല്ലേ? ഒരു പ്രാവശ്യം ഓണത്തിന് സദ്യ കഴിക്കാൻ. ആരാ? ഇത് അനൂപിൻ്റെ വീടല്ലേ? അതെ, ഞങ്ങൾ അനൂപിൻ്റെ ഫ്രണ്ട്സാണ്. അനൂപിൻ്റെ ഫ്രണ്ട്സാണോ? അകത്തേക്ക് ഇരിക്കാം. എൻ്റെ കല്യാണം കഴിഞ്ഞാ? കുഴപ്പമോ? അനൂപിനെ ഒന്ന് വിളിക്കൂ. നിങ്ങൾ അനൂപേൻ്റെ ഫ്രണ്ട്സ് ആണെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ചേട്ടൻ കാനഡയിലാണെന്ന് അറിഞ്ഞൂടെ? അല്ല, ഞങ്ങൾ കണ്ടിട്ട് കുറച്ച് കാലമായി. അനൂപിനൊന്ന് ഫോണിൽ കണക്ട് ചെയ്ത് തരൂ. അയ്യോ, ചേട്ടന് ഇപ്പോൾ വിളിക്കാൻ പറ്റൂല, ഷിഫ്റ്റിലായിരിക്കും. നിങ്ങൾ എന്തിനാ വന്നേ?
ആധാർ കാർഡ് ചോദിക്കും. അനൂപിൻ്റെ ആധാർ കാർഡ് ഒന്ന് തരൂ. ആധാർ കാർഡാ? എന്തിന്? അത് പിന്നെ നിങ്ങളെന്തിനാ എണീക്കുന്നത്? നിങ്ങളൊക്കെ ആരാ? അയ്യോ സിസ്റ്റർ പേടിക്കണ്ട, ഞങ്ങൾ വന്ന കാര്യം പറയാം. കൊണ്ടാരക്കാലം എന്നോട് ഇതിനെക്കുറിച്ചൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ കാനഡയിൽ എന്താണോ എന്തോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണല്ലോ അല്ലേ? അയ്യോ സത്യം, ഈ സിം എടുത്ത ആളുടെ ആധാർ കാർഡ് റിക്വസ്റ്റ് ലെറ്റർ ഉണ്ടെങ്കിൽ ഇവളുടെ സിമ്മ് ബ്ലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ്. താങ്ക്സ്. ഇതാരാ? അനൂപ്. അയ്യോ ഇതൊന്നും അല്ല. എടി ആധാർ കാർഡ് എല്ലാവരും ഇങ്ങനെ ഇരിക്കുള്ളൂ, ഇത് ഇന്നായിരിക്കില്ല. അല്ലാന്ന്, സോറി, ആള് മാറിപ്പോയി. പക്ഷെ വീട് ഇത് തന്നെയാണല്ലോ. ഞങ്ങളിവിടെ താമസിക്കാൻ വന്നിട്ട് ഇപ്പോൾ 2 വർഷമേ ആയുള്ളൂ. ഇനി ഇതിനു മുമ്പ് താമസിച്ചവരായിരിക്കൂ. ചേട്ടൻ എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞേ? കോണ്ടാക്ട് നമ്പറോ അഡ്രസ്സോ എന്തെങ്കിലും കിട്ടോ? അല്ല നടക്കുമോ? ഹൗസ് ഓണറിൻ്റെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. നിനക്ക് എവൻ്റെ അല്ലാതെ വേറെ ഒരു ഫ്രണ്ട്സിനെ നമ്പർ കാണാൻ അറിഞ്ഞൂടെ? ഒരു കാര്യം ചെയ്യും, ഇതിനകത്ത് നിന്ന് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമോ ലോഗിൻ ചെയ്തിട്ടേ നിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്ത് അവൻ്റെ കോൺടാക്ട് ചോദിക്കും. അതിനെനിക്ക് പാസ്വേഡൊന്നും ഓർമ്മയില്ല. എന്നാൽ ഫർഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. അതിന് OTP വരണമെങ്കിൽ എൻ്റെ ഫോൺ വേണ്ടേ? പാസ്വേഡ് ഇറങ്ങിവിടെ, ഫോൺ നമ്പർ ഇറങ്ങണം, ഫോൺ കൊണ്ട് കളയുകയും ചെയ്തു. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. നീ ഒറ്റ എടുത്താണ് അതിലൊക്കെ കാരണം. മര്യാദയ്ക്ക് വീട്ടിൽ കിടന്ന് എന്നെ വിളിച്ചോണ്ട് ട്രിപ്പെന്ന് പറഞ്ഞ് പോയിട്ട് എടി ഏത് കാട്ടിനകത്തറിയോ ഫോൺ കൊണ്ട് കളഞ്ഞത്? എനിക്ക് തോന്നുന്നു നമ്മളിന്ന് തെന്മലയിൽ ഒരു ചായക്കടയിൽ പോയില്ലേ, ഇനി അവിടെ വല്ലതും ആയിരിക്കോ? അവളൊരു ചായക്കട. അതെ, അവൻ്റെ ID പ്രൂഫ് വല്ലതും ഒപ്പിച്ചാൽ മതിയോ? എങ്ങനെ? ഇവിടെ എന്താ? അത് ഞങ്ങൾ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു ടൂറ് പോയായിരുന്നു. അപ്പോൾ ID പ്രൂഫ് ഇവിടെ കൊടുത്തിരുന്നു. വാ നമുക്ക് പോയി ചോദിക്കാം. വാ. നീ പോയി ചോദിച്ചിട്ട് മതി. അവരുടെ കയ്യിൽ 2019 ഡേറ്റ ഒന്നുമില്ല. ഇതിനാണ് ഇത്ര സമയം എടുത്തത്? അതെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ മാക്സിമം നോക്കി, പക്ഷെ പറ്റിയില്ല.
അരുൺ അരുൺ പ്ലീസ് അരുൺ ഒന്ന് നിന്ന്. അരുൺ ഇപ്പൊ എന്തിനാ എന്നോട് ദേഷ്യം കാണിക്കുന്നേ? ഇനിയും ഞാൻ അറിയാത്ത എന്തൊക്കെ രഹസ്യങ്ങളുണ്ടോ എനിക്ക്? ഉണ്ടെങ്കിൽ പറ. ഈ മുമ്പ് എപ്പോഴും നടന്ന കാര്യം ഓർത്തിട്ടാണോ അരുൺ ഇപ്പൊ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നത്? ഞാൻ പിന്നെ എങ്ങനെ റിയാക്ട് ചെയ്യണം? നീ അവനും കൂടെ കറങ്ങി എടുത്തും ടൂർ പോകാൻ ഇറങ്ങിയിട്ട് മിണ്ടാതിരിക്കണോ? അതിന് ഞാനും അവന് മാത്രമൊന്നും അല്ല, ഞങ്ങളുടെ ടീമിൽ 8 പേരുണ്ടായിരുന്നു. ടീമാ? ഞങ്ങളുടെ ഫൈനൽ പ്രോജക്റ്റ് കോയമ്പത്തൂരിൽ നിന്നാണ് വാങ്ങിച്ചത്. ഈ കോയമ്പത്തൂരിന് അടുത്തല്ലേ ഊട്ടി. അപ്പൊ പിന്നെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ചേർന്ന് അത് വാങ്ങിക്കാൻ വേണ്ടി അതിനെ 2 ദിവസം ട്രിപ്പ് ആക്കി. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇത്രയും കാലമായിട്ട് നീ അവൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറയാത്ത എന്താണ്? ഇതിലിപ്പോ പറയെന്തോ ഇത്ര ഇരിക്കുന്നു? ഞാൻ അവനെ പറ്റി ഓർക്കാറ് പോലും ഇല്ല. ചുമ്മാ ഇതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? 2 ദിവസം അവനെ തപ്പി എൻ്റെ കൂടെ നടന്നതല്ലേ. അവ എവിടെയാണെന്നോ എന്തിയാണെന്നോ പോലും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു പാസ്റ്റ് കുത്തിപ്പൊക്കി നമുക്കിടയിൽ മനസ്സമാനം കളയണോ? നീ പറയുന്നതൊക്കെ ശരി തന്നെ. വെറുതെ എവിടെ കിടക്കുന്ന ഏതവരത്തിന് വേണ്ടിയിട്ട് നമ്മളെന്തിനാ തമ്മിലടിക്കുന്നത്? എന്നാലും നാറിയിപ്പോൾ എവിടെ ആയിരിക്കും? അതെ, എന്നെപ്പറ്റി ഇത്രയും പറഞ്ഞല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന പാസ്റ്റ് ഒന്നുമില്ലേ? എനിക്കോ? ഇല്ല. ചുമ്മാ പറയല്ലേ. ബ്രോ, ഇത് കഴിയുമ്പോഴേ ആ ബൈക്ക് കൂടെ ഒന്ന് വാഷ് ചെയ്തേക്കണേ. ഓക്കെ സാർ. ഇന്ത്യനെ ക്ലീൻ ചെയ്തപ്പം സീറ്റിൻ്റെ താഴ്ന്നൊരു ഫോൺ കിട്ടിയായിരുന്നു. അത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നീ ഇങ്ങനെയൊക്കെ അതിൽ പാട്ടൊക്കെ എടുത്തിട്ടീ. എൻ്റെ ഫോൺ ചാർജ് തീർന്നു. നിങ്ങളുടെ ഫോണിൽ ഇതായിരിക്കും എടുത്തോ. ഏത് പാട്ട് ഇടണം? ഇല്ലുമിനെ ഇതിനാണോ? ഇത് ഇപ്പൊ കാറിൽ കിടന്നിട്ടാണ് ഈ സാധനം നോക്കി നമ്മൾ നാട് മൊത്തം ഓടിയത്. എന്തായാലും എന്ത്, ഈ ഫോൺ ആ കടയിൽ പോയെന്നാ ഞാൻ വിചാരിച്ചു. സംഭവം കിട്ടിയില്ലേ? ആ, നിങ്ങൾ പോയി റെഡിയാവാൻ നോക്ക്. ഇനി എവിടെ പോണു? പുതിയ സിം വാങ്ങിക്കണ്ടേ? ഒരു സിം കാർഡ് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങളുണ്ടല്ലോ. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. നമ്മുടെ പാസ്റ്റ് റിലേഷൻഷിപ്പിനെ പറ്റി നമ്മുടെ പാർട്ട്ണറോട് പറയണോ വേണ്ടേ എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സാണ്. പാസ്റ്റ് എപ്പോഴും പാസ്റ്റ് ആയിരിക്കണം. അതൊരിക്കലും നമ്മുടെ പ്രസന്റ് ലൈഫിനെ ബാധിക്കാൻ പാടില്ല. പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഒരു കാര്യം, എല്ലാ ആഴ്ചയും നമ്മുടെ വീഡിയോസ് കണ്ടിട്ടും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ? അതുകൊണ്ട് SKG Talksന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.